അടിപൊളി സിനിമയായിരുന്നു, സംശയമുണ്ടോ? അതെ ഭായ്, ആക്ഷൻ മൂവി എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അല്ല, കാർ എങ്ങോട്ടേ പോകുന്നത്? ഞങ്ങൾക്ക് തോത്താറാമിന്റെ കാർ വേണം, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വിട്ട് വന്നേക്കാം. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ശരിയെന്നാൽ ആദ്യം നിന്നെ വീട്ടിലിറക്കി വിട്ടേക്കാം. ഏയ് വേണ്ട, വീട് അടുത്താണല്ലോ, ഞാൻ നടന്നു തന്നെ പോയിക്കോളാം. ആർ യു ഷുവർ? സമയം ഒരുപാടായി. ആ, എനിക്കൊരു കുഴപ്പമില്ല. ബൈ ബൈ. ബൈ ബൈ. ആരാ നിങ്ങൾ? കിഡ്നാപ്പേഴ്സാ, നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. അതെയോ? എങ്കിൽ ചെയ്തു കാണിക്കേ. വന്ന് പിടിക്കല്ലേ. എടാ, വേഗം വലയിട്. എന്നെ വിട്. എന്നെ നിങ്ങൾ എന്തിനാ കിഡ്നാപ്പ് ചെയ്യുന്നത്? സുന്ദരികളായ പൂച്ചകളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ആരാ ഓർഡർ തന്നത്? എന്റെ ഹെയർ സ്റ്റൈൽ എന്തായാലും അടിപൊളി തന്നെയാ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മുടിയുള്ളവനായിട്ട് ഞാൻ മാറും. ബോസിന്റെ മുടി തലകുത്തനെ ഇരിക്കുകയാണ്. തലകുത്തനെയല്ല, താഴേക്ക് വീണു പോയതാ. എങ്ങനെയുണ്ട്? കൊള്ളാം ബോസ്, 6 പൂച്ചകളെ പിടിച്ചിട്ടുണ്ട്. എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആണ്. സബാഷ്, എന്റെ മുടിക്ക് ഇനിയും നിറങ്ങൾ കിട്ടും. നിങ്ങളുടെ ബോസ്, അതായത് യോയോ ഹാരി സിംഗ്, ഒരുപാട് ഹാൻസമായി മാറും. ബോസ്, ഇത്രയധികം പൂച്ചകളെ എന്താ ചെയ്യുക? വിഗ് ഉണ്ടാക്കാം. എന്റെ കൂട്ടുകാരൻ എനിക്ക് മുടി ചെയ്യാനായിട്ട് സ്വർണ്ണ ചീപ്പ് തന്നിരിക്കുകയാണ്. വൈഡൂര്യം കൊണ്ടുള്ള കണ്ണാടിയും തന്നിട്ടുണ്ട്.
എന്റെ വിഗ് കാണാൻ അതിമനോഹരമായിരിക്കും. എന്റെ മുടി കണ്ട് ജനങ്ങൾ കൊതിക്കും. എന്നാൽ ബോസ്, എന്തിനാ പൂച്ചകൾ? ഡോഗികൾ പോരെ? പൂച്ചയുടെ മുടികൾ വളരെ സോഫ്റ്റ് ആണ്, നല്ല നിറങ്ങളുമുണ്ട്. അങ്ങനെ പല വർണ്ണങ്ങളിൽ വിഗുകൾ ഉണ്ടാക്കി ഞാൻ എന്റെ എല്ലാ ഡ്രസ്സുകൾക്കും മാച്ച് ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത് കണ്ട് ജനങ്ങൾ കൊതിക്കും. നിറയെ പൂച്ചകളെ പിടിക്കൂ. എന്നാൽ ഈ കാര്യം നമ്മളല്ലാതെ ആരും തന്നെ അറിയാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഉത്സവം കഴിയുന്നത് വെടിക്കെട്ടോടെയാണ്. നമ്മൾ കാണാൻ വന്നത് ഡിറ്റക്റ്റീവിനെയാണ്. അടികൈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്ക്. സിൻസ് 1928. നിങ്ങൾ പറ്റിക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് 90 വർഷമായി ഡിറ്റക്റ്റീവ് ആവാൻ കഴിയുക? സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. ഞാൻ ഗുലുലേശ്വർ 3 വർഷമായിട്ട് ഡിറ്റക്റ്റീവ് ആണ്. അതിനു മുമ്പ് എന്റെ അച്ഛനായ ഇദ്ദേഹമാണ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. അതിനു മുമ്പ് എന്റെ ഈ മുത്തശ്ശൻ ഇദ്ദേഹമാണ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഈ കൊരങ്ങന്മാരെ പോലെ ചൊറിയുന്നത്? ഡിറ്റക്റ്റീവ് ആണ് ഞാൻ. മൃഗങ്ങളുമായി ഇടപഴകിയത് കൊണ്ട് അവറ്റകളുടെ സ്വഭാവം എനിക്കും വന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇത് മാറ്റാൻ കഴിയുന്നില്ല. കിട്ടിയെ കിഡ്നാപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് അങ്ങ് ഞങ്ങളെ സംശയിക്കുകയാണോ? ഞാൻ സംശയിക്കും. കാരണം നിങ്ങളോടൊപ്പമാണ് അവൾ സിനിമ കാണാൻ വന്നത്. എന്നാൽ തിരിച്ചു വന്നില്ല. ഞങ്ങൾ പറഞ്ഞതല്ലേ ഇടയ്ക്ക് വെച്ച് അവൾ വീട്ടിലേക്ക് നടന്നു പോയിന്ന്. കള്ളം, പച്ചക്കള്ളം. ഇനിയും സമയമുണ്ട്. മര്യാദയ്ക്ക് സത്യം പറ. എന്തിനാണ് കിറ്റിയെ കിഡ്നാപ്പ് ചെയ്തത്? പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയിപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. വെറുതെ എന്റെ കൈക്ക് നിങ്ങൾ പണിയുണ്ടാക്കാൻ നോക്കരുത്. എത്ര അതിവിദഗ്ധനായ കള്ളനാണെങ്കിലും ചെറിയ ഒരു തെറ്റെങ്കിലും ചെയ്യാതിരിക്കില്ല. അതുപോലെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നോക്കട്ടെ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങ് എന്നെക്കാളും വലിയ കഴുതയാണ്. ഇപ്പൊ ചിരിച്ചോ? പക്ഷേ നിങ്ങൾ പിന്നെ ഒരുപാട് കരയേണ്ടി വരും. നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് തെളിവുണ്ടാക്കി നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. സർ, ആവശ്യമില്ലാതെ ഡിറ്റക്ടീവ്സിനെ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. പോലീസിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യൂ. അങ്ങോട്ട് ഞാൻ പോയതാടാ. സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരുടെ 6 പൂച്ചകൾ മോഷണം പോയിരിക്കാണ്. ആ പാണ്ഡ ഇപ്പോൾ അതിന്റെ പുറകെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാണാമെന്ന് കരുതിയത്. കൂട്ടുകാരെ, ഈ ഡിറ്റക്റ്റീവിനെ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കിറ്റിയെ എങ്ങനെയെങ്കിലും അന്വേഷിക്കാം. എന്റെ അമ്മോ, അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിയുകയില്ല. അങ്ങൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ പ്രിയപ്പെട്ട പൂച്ചയെ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഐഡിയ വെച്ച് തീർച്ചയായും കണ്ടുപിടിച്ച് അങ്ങയെ ഏൽപ്പിച്ചിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. കിണർ കുഴിക്കാൻ ആദ്യം അടിക്കണം കുറ്റി. എനിക്ക് വേണം എന്റെ പ്രിയപ്പെട്ട കിറ്റി. എടേ, ആരും കൈയടിക്കല്ലേ, കേട്ടല്ലോ? ഇന്ന് നമുക്ക് നല്ല രസമായിരിക്കും. ഇതെന്താ ഇത്? ഞാൻ ചോദിച്ചത് ചോക്ലേറ്റ് മിൽക്ക് അല്ലേ? വേഗം കൊണ്ടുപോടാ, അല്ലെങ്കിൽ ഇവള് വീണ്ടും ഇടിക്കും. ഞാൻ സിംഗത്തങ്ങടെ പേടിക്കില്ല. പിന്നെയാണോ ഈ പൂച്ച? എന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിയത് വേഗം പോയി കോഫി കൊണ്ടുവാ. പോടാടുന്ന്. ഞാനിതാ എത്തിപ്പോയി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നീ ആരാ? ഇദ്ദേഹം ബോസാ. ബോസോ? കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ബംഗാളിൽ നിന്ന് വന്നതാണോ? ഞാൻ ബംഗാളി അല്ല. ഇവനല്ലേ പറഞ്ഞത് താൻ ബോസ് ആണെന്ന്? ബോസ് അല്ല, ഞാൻ ബോസ് ആണ്, നേതാവ്.
എന്റെ മുടി കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? അതെ, എന്തിനാ വേണ്ടി കിഡ്നാപ്പ് ചെയ്തത്? വിഗ് ഉണ്ടാക്കാൻ വേണ്ടിയാ. എന്റെ മുടികൾ പളപളക്കണം. നിങ്ങൾക്ക് വിഗ് ഉണ്ടാക്കാൻ അറിയില്ല. അതെ, ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിലുള്ള മുടികൾ ഞാൻ മുറിച്ചെടുത്ത് സ്റ്റൈലായിട്ടുള്ള വിഗുകൾ ഞാൻ ഉണ്ടാക്കും. അത് വെച്ച് എന്റെ മുടി പളപളക്കും. ജീവിതകാലം മുഴുവനോ? ആ, മുഴുവൻ ജീവിതവും. ഇനി നിങ്ങളുടെ ജീവിതം ഇവിടെ ആയിരിക്കും എന്നോടൊപ്പം. നമ്മൾ 4 പേരും പല വഴികളിലൂടെ കിറ്റിയെ അന്വേഷിക്കണം. അവസാനം ഇവിടെ വന്ന് എത്താം. എന്താ മനസ്സിലായല്ലോ? മനസ്സിലായി. കിറ്റി നീ എവിടെയാ? കിറ്റി 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 നീ എവിടെയാ? എവിടെ പോയിട്ടുണ്ടാവും? സണ്ണി, കിറ്റിയെ കണ്ടായിരുന്നോ? കണ്ടില്ല. കണ്ടാലും അഥവാ നിന്റെ അടുത്ത് പറയാനും പോകുന്നില്ല. പോയി പണി നോക്ക് പോ. അവൾ എവിടെ പോയിട്ടുണ്ടാവും? ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ കെട്ടി നീ എങ്ങോട്ടാ പോയതാ? ഓ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? കണ്ടുപിടിച്ചു. സോറി. ഇത്രയും അധികം പൂച്ചകളോ? അപ്പോൾ കിറ്റി ഇവിടെ തന്നെ ഉണ്ടാകും. ചേട്ടായി ചേട്ടായി കിറ്റിയെ കണ്ടായിരുന്നോ ചേട്ടായി? അങ്ങോട്ട് നോക്കൂ, ഇവിടെ എന്തുമാത്രം പൂച്ചകളാ ഉള്ളതാ? ഇതല്ല ജീവനുള്ള കിറ്റി. എടാ വേണ്ട, അവിടെ ഒന്നും എടുക്കരുതാ. ഇതുപോലത്തെ കിറ്റിയാ. എല്ലാം നശിപ്പിച്ചു അല്ലേ? നിന്നെ ഞാനിന്ന് ഞാനൊന്നും ചെയ്തില്ല. എടാ നിൽക്കാൻ. എടാ നിൽക്കാനാ പറഞ്ഞത്. എന്റെ പൂച്ചയെ പേടിപ്പെടുത്താൻ നോക്കുന്നോ? നിക്കടാ. സോറി സാർ, ഞാൻ കരുതുന്നത് ഞങ്ങളുടെ കൂട്ടുകാരി കിറ്റി എന്നാണ്. കിറ്റി എവിടെയും കാണാനില്ല. ഞാനും ഈ സിറ്റി മുഴുവൻ അന്വേഷിച്ചു നോക്കി, എവിടെയില്ല. മേഡം, പൂച്ച എന്താ കഴിക്കുക? എനിക്ക് ഉടൻ തന്നെ അറിയണം. പൂച്ചകൾക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണ്? പിടിക്ക്, അത് കമ്മീഷണർ സാറിന്റെ പൂച്ചയാണ്. അത് ഓടിപ്പോകാൻ പാടില്ല. എടാ ഹണി, എന്റെ പണി തീർന്നടാ. വേണ്ട, നിൽക്ക്. എന്റെ വാസ് സൂക്ഷിച്ച്. എന്റെ അമ്മേ, എന്റെ പണി തീർന്നടാ. ഞാൻ പിടിക്കാം. ഞാൻ പിടിക്കും. അനങ്ങരുത്. എന്റെ ഞാൻ ഇപ്പൊ പിടിക്കാം. ദേ പിടിച്ചു. പിടിച്ചു. താങ്ക് യു ബണ്ണി. അങ്ങ് എപ്പോഴാ പൂച്ച വളർത്താൻ തുടങ്ങിയത് പാണ്ഡ സർ? അല്ല, ഇത് കമ്മീഷണർ സാറിന്റെ പൂച്ചയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൂച്ചയെ നോക്കേണ്ട പണി എനിക്കാണ്. കാരണം ഇവിടെ നിന്നും ഒരുപാട് പൂച്ചകളെ കാണാതാകുന്നുണ്ട്. പൂച്ചകളോ? അതെ, 8 പൂച്ചകൾ മോഷണം പോയി. പൂച്ചകൾക്ക് പ്രശ്നമാണ്. ഏതോ ഒരു വട്ടൻ പൂച്ചകളെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവനെ പിടിക്കാൻ തീർച്ചയായും ഒരു പൂച്ചയുടെ ആവശ്യമുണ്ട്. നിന്റെ ഐഡിയ കൊള്ളാം. പക്ഷെ കമ്മീഷണർ സാറിന്റെ ഈ പൂച്ചയെ ഞാൻ തരികയില്ല. പേടിക്കണ്ട, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് നല്ല ക്യൂട്ടായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂച്ചയുണ്ട്. ബൈ ബൈ. ഹായ്, എന്നോടൊപ്പം കൂട്ടുകൂടാമോ? ഒരുപാട് ലൈൻ അടിക്കാൻ നോക്കല്ലേ, ഞാൻ ഹണിയാണ്.
ഹലോ ബ്യൂട്ടിഫുൾ. കണ്ടോ ആ പൂച്ചയുടെ മുടി കാണാൻ നല്ല രസമുണ്ട്. എനിക്കുടൻ തന്നെ സ്വർണ്ണ മുടി വേണം, കാരണം അതെന്റെ പക്കലില്ല. പിടിക്ക, വേഗം പിടിക്ക. എടാ എന്താ നിങ്ങൾ ഈ കാണിച്ചത്? എന്നെ ഉപദ്രവിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി നിന്നതാ. ഇവൻ എല്ലാ പ്ലാനും നശിപ്പിക്കുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഒന്ന് വേഗം പോ. എടോ ഇവൻ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. കുസൃതി കാണിച്ചാൽ കൊടുക്കേണ്ടത് നല്ല തല്ല. കിറ്റ് ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അടികൈ. ഇനി ഇവർക്ക് രക്ഷയില്ല. ഇന്നത്തോടു കൂടി ഇവരുടെ കളി തീർന്നു. കൊള്ളാം, ഇനി നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഏ? Hey, hit it, hit it, hit it, hit it, hit it, hey, hit it, hit it. ആക്ഷൻ മതി, ഇടിക്ക. അയ്യോ, എന്റെ അമ്മേ. അവന്മാരെ വിടരുത്. ഇന്ന പിടിച്ചോ, ഇന്ന പിടി, ഇതും കൂടെ, ഇന്ന, ഇന്ന് പിടി. ഓ ഓ, ഇവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടുന്ന് രക്ഷപ്പെടാം. ഇനി അടുത്തത് നിന്റെ ഊഴമാണ്. എന്നെ ഒന്നും ചെയ്യരുത്. പറയുന്ന കേക്ക്, വിട്ടേക്ക്, വേണ്ട. എന്റെ വിഗ് എടുത്തോ. ഇനി എങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങുക? എടാ ഓടിക്കോ, വേഗം ഓടിക്കോ, രക്ഷപ്പെട്ടോ. രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? സംശയിക്കാൻ എന്താ ഉള്ളത്? അവര് രക്ഷപ്പെട്ടത് ഞങ്ങൾ കണ്ടതല്ലേ. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? കിട്ടിയ കോഴിക്കുഞ്ഞിനെ പരുന്ത് ഭക്ഷിച്ചു. നമ്മളെല്ലാവരും ഈ പൂച്ചയെ രക്ഷിച്ചു. അടികൈ. ഇത് പൂച്ചക്കുട്ടിയല്ല, നമ്മുടെ ഹണിയാണ്. സംശയമുണ്ടോ? എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നീ എന്തിനാ പെൺപൂച്ചയായിട്ട് മാറിയേ? ഇപ്പൊ പിടികിട്ടി. കള്ളന്മാരെ പിടിക്കാനുള്ള പ്ലാൻ. എന്തായാലും എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ബന്നിയുടെ പ്ലാൻ ആയിരുന്നു. ഒരുപക്ഷെ ഹണിയെ കിഡ്നാപ്പ് ചെയ്താൽ അവന്റെ വിഗിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാൻസ്മിറ്റർ വെച്ച് നമ്മൾ കിഡ്നാപ്പേഴ്സിന്റെ സങ്കേതത്തിലേക്ക് പോകാൻ കഴിയും. എന്നാൽ എല്ലാ പ്ലാനിനെയും നശിപ്പിച്ചു. ഇനി അടുത്ത കോൺസെപ്റ്റിനായിട്ട് ഇനി പുതിയ സാധനങ്ങൾ വാങ്ങണം. ഹൈ, ആ അടിപൊളി ഹണി, നീ പറഞ്ഞത് നല്ല ഐഡിയ ആണ്. ഞാൻ ഐഡിയ പറഞ്ഞെന്നോ? എന്നിട്ട് ഞാനത് അറിഞ്ഞില്ലല്ലോ. വാവ്, ഞാനൊരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. കഴുതേ, വിഗിന്റെ കാര്യം പറയായിരുന്നു. ആ കിഡ്നാപ്പർ വിഗ് ധരിച്ചിരുന്നു. അതിപ്പോ താഴെ വീണു. നമ്മൾ വിഗ് ഷോപ്പിൽ പോയാൽ തീർച്ചയായിട്ടും ക്ലൂ കിട്ടും. വേഗം വരൂ. ആ ഡിറ്റക്റ്റീവിന് നമ്മളെ സംശയമുണ്ട്. അയാൾ ഒരുപക്ഷെ നമ്മളെ പിന്തുടർന്ന് വിഗ് ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നമായി തീരും. നമുക്ക് വേഷം മാറ്റി പോകാം. പിന്നെ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതോടെ പ്ലാൻ നശിക്കുകയില്ല. വരൂ. സംഭവം എന്താണെന്ന് എനിക്ക് പിടികിട്ടി. ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു ക്ലൂവുമായിട്ടേ വരികയുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. വിഗ് നിർമ്മിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഉടൻ എത്തണം. കിറ്റിയെ കണ്ടെത്താതെ താനിതിനെ വിഗ് നിർമ്മിക്കുന്നിടത്തോട്ട് പോകുന്നേ. ഈ വിഗ് എവിടുന്ന് വന്നു? അടിപൊളിയായിട്ടുള്ള മുടി, കൊള്ളാം. അടിപൊളി, മനോഹരായിട്ടുണ്ട്. ഈ വിഗ് വെച്ച് നിങ്ങളെ കണ്ട ആർക്കും സഹിക്കില്ല. എന്താ പറഞ്ഞേ? അല്ല, ഈ വിഗ് വെച്ച് നിങ്ങളെ കണ്ടപ്പോ അതിമനോഹരായിരിക്കുന്നു എന്ന് പറഞ്ഞതാ. ഇതാ, ഇത് വെച്ച് നോക്കൂ. ഈ വിഗ് വളരെ വലുതാണ്. അല്ലല്ല, ചെറുതാണത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തരാം. വേഗം ശരിയാക്കണം. എനിക്ക് നമ്മുടെ ധന്യറാമിന്റെ പൂച്ചയുടെ പാർട്ടിക്ക് വേണ്ടി പോകാനുള്ളതാ. അടിപൊളി വിഗ് തന്നെയാണ്. ഇത് നല്ല രസമുണ്ട്. ദാറ്റ്സ് എ കൂൾ ബിഗ് മാൻ. അടിപൊളി വിഗ് ഷോപ്പാണ് മാൻ. എന്തായാലും ഈ വിഗ് വെച്ചേക്കാം. ഇനി എന്നെ ആരും തിരിച്ചറിയില്ല. അല്ല ചേട്ടന്മാരെ, എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ടീഷർട്ട് വേണം. എടോ, വിഗ് വിൽക്കുന്ന ഷോപ്പിൽ വന്നിട്ട് വേറെന്താണ് വാങ്ങുക? യോ കൂൾ ബിഗ് മാൻ.
ഈ വിഗ് വളരെ നന്നായിട്ടുണ്ട്. മാഡം, ഈ വിഗിന് വേണ്ടി നിങ്ങൾ എത്ര രൂപയാ കൊടുത്തത്? ഹലോ, ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ആരോടും ചോദിക്കുന്നത്? അത് വെറും ഡോളാ. അതെയോ? എന്നാൽ കാണാൻ ഒറിജിനൽ പോലെയുണ്ട്. അത് ഞങ്ങളുടെ കടയുടെ രഹസ്യമാണ്. അങ്ങക്ക് ഏത് വിഗാണ് വേണ്ടത്? ഇതാണ് വേണ്ടത്. വേണ്ട. എന്റെ മാഷെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എടോ, താൻ കാരണം ഇതിപ്പോ പൊട്ടിപ്പോയനെ. തന്നെ ഞാൻ വെറുതെ വിടില്ല. ആ പൂച്ച എങ്ങോട്ടാ പോയത്? അവിടെ നിക്ക്. സോറി, ഞാൻ അടിച്ചത് പൂച്ചയായിരുന്നു. എടോ, എന്നെ കണ്ടത് എനിക്ക് പൂജയായിട്ട് തോന്നിയോ? എനിക്ക് ദേഷ്യം വന്നാലേ ഇടിച്ച് പപ്പടമാക്കും. ആ പൂച്ച ഇവിടെ തന്നെ കാണും. ഇന്ന് ഞാൻ അതിനെ വെറുതെ വിടാൻ പോകുന്നില്ല. എവിടെ പോയി ഒളിച്ചതാ ഇത്? ഇത് കാണാൻ ഒരു രസമില്ല. എന്തായാലും ഈ വിഗ് കൊള്ളാം. ഇത് വെച്ചാൽ എന്നെ ആരും കണ്ടുപിടിക്കില്ല. ആ, എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു നീ. താൻ എന്തിനാണ് വെറുതെ എന്നെ തല്ലുന്നത്? താൻ എന്തിനാ കള്ളനെ പോലെ പമ്മി പോയത്? അതുകൊണ്ടാ ഞാൻ പൂച്ചയാന്ന് കരുതി തന്നെ തല്ലിയത്. അത് ശരി, ചുമന്ന വിക്കിട്ട് നിൽക്കാണോ? എന്റെ അമ്മോ, എന്തായാലും വിഗ് മാറ്റിയേക്കാം. ഇത് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഐ എം സോ സ്മാർട്ട്. എന്റെ ബുദ്ധിക്ക് മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സോറി സോറി. എന്തോന്ന് സോറി? എന്നെ കുറിച്ച് തനിക്ക് ശരിക്കും അറിയില്ല, പറഞ്ഞേക്കാം. താൻ എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നത്? അല്പസമയത്തേക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്. ഓക്കേ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പൂച്ചേ. നിൽക്കാനാ പറഞ്ഞ. ആ പൂച്ച എങ്ങോട്ടാ പോയത്? നിന്നെ ഞാനിന്ന് വെറുതെ വിടില്ല. ബണ്ണി, രക്ഷിക്കേ. എന്താ സംഭവിച്ചത്? എന്തിനാ നിന്നെ തല്ലുന്നത്? ഇവൻ എന്റെ കടയിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. അതിനെന്താ പ്രശ്നം? ഞങ്ങൾ പേയ്മെന്റ് ചെയ്യുമല്ലോ. സംശയമുണ്ടോ? ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആവശ്യമില്ലാതെ എന്റെ സമയം കളഞ്ഞു. എനിക്ക് ധനിറാമിന്റെ വീട്ടിലെ പൂച്ചയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വിഗ് കൊടുക്കാനുള്ളതാണ്. പക്ഷേ ബർത്ത്ഡേ പാർട്ടിയിൽ വിഗ്സിന്റെ ആവശ്യം എന്താണ്? പ്രച്ഛന്ന വേഷ പാർട്ടിയാണ്. എല്ലാം ഓരോ ഗെറ്റപ്പാ. സിറ്റിയിലുള്ള എല്ലാ പൂച്ചകളും അവിടെ എത്തിയിരിക്കും. പൂച്ചയുടെ ബർത്ത്ഡേ, അടിപൊളി പാർട്ടി. തീർച്ചയായും അവൻ അവിടെ എത്തും. ആരാ? ആ കിഡ്നാപ്പർ. നമുക്ക് അവിടെ പോകാം. എടാ കഴുതേ, നമ്മളെ ബർത്ത്ഡേക്ക് അവരെ വിളിച്ചിട്ടേ ഇല്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെയാ പോവാ? കഴുത അവനല്ല, കഴുത നീയാണ്. പ്രച്ഛന്ന വേഷ പാർട്ടിയാണ്. അവിടെ ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. സംശയമുണ്ടോ? എല്ലാവർക്കുമായി വിഗ് എടുത്തോ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഗെറ്റപ്പിൽ പാർട്ടിക്ക് പോകാം. സെക്യൂരിറ്റീസ്, പ്രശ്നമൊന്നുമില്ലല്ലോ. പാട്ട് തുടങ്ങാലോ? യെസ് സർ, യെസ് സർ. ഓക്കേ, ലെറ്റ്സ് പാർട്ടി. ദാ നോക്കടാ, ആ സേട്ടുവിന്റെ പൂച്ച. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ആ കിഡ്നാപ്പേഴ്സ് ഇവിടെ തന്നെ കാണും. എന്തിനാടാ മുഖത്ത് നോക്കി പേടിപ്പെടുത്തുന്നേ? സോറി, ഡോണ്ട് മൈൻഡ്. Come on, let's ഇത് ഞാനാ, ഞാൻ ഹണി. ഹണിയാണല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. അല്ല, താനെന്തായി കാണിച്ചിരിക്കുന്നത്? മൊത്തത്തിൽ മാറിയിരിക്കുകയാണല്ലോ. അതാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നത്. പക്ഷെ അങ്ങെന്തിനാണ് വേഷം മാറി ഇങ്ങോട്ട് വന്നത്?
ഞാൻ ഡിറ്റക്റ്റീവ് ആണ്, വന്നേ മതിയാവുള്ളൂ. ഡിറ്റക്റ്റീവ്. പക്ഷെ അങ്ങയെ കണ്ടാൽ ആരാണെന്ന് മനസ്സിലാവും. എടാ കഴുതേ, നിനക്ക് തിരിച്ചറിയാൻ കഴിയായിരിക്കും, പക്ഷെ കിഡ്നാപ്പേഴ്സിന് തിരിച്ചറിയാൻ കഴിയില്ല. അത് ശരിയാ, ഇത് ഞാൻ ആലോചിച്ചതേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഡിറ്റക്റ്റീവായിട്ട് ഇപ്പോഴും ജോലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേക്ക്. കിഡ്നാപ്പേഴ്സിനെ കണ്ടാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളും അവനെ പിടിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. ബോസ്, നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇവര് നമ്മളെ പിടികൂടും. എടാ ഒന്നും സംഭവിക്കില്ല, പേടിക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. ചുവന്ന കളറുള്ള പൂച്ചയെ പിടിച്ചിട്ടേ നമ്മൾ പോകൂ. സോറി സോറി. സോറി. സോറി സോറി. നിങ്ങളെല്ലാവരും എന്തിനാ പൈറേറ്റ്സിന്റെ വേഷത്തിൽ? കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് വന്നത്. ഞങ്ങളും ഒന്നിച്ചാണ് വന്നത്, എന്നാൽ എല്ലാവരും പല സ്ഥലത്താണുള്ളത്. ഞങ്ങൾ ഗാങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗ്യാങ്ങോ? വണ്ടി കിഡ്നാപ്പേഴ്സിന്റെ ഗ്യാങ് ഇതാ ഇവിടെയുണ്ട്. അല്ല, എങ്ങനെയാണ് ഇവനെന്നെ തിരിച്ചറിഞ്ഞത്? അങ്ങോട്ട് പോവാം. അവർ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ലൈറ്റ്സ് ഓഫ് ചെയ്യേ. എടാ വേഗം തീ അണയ്ക്കാൻ നോക്ക്. വേഗം വേഗം ആകട്ടെ, വേഗം വേഗം അടിക്ക്. നോക്കി നിൽക്കാതെ തീ കെടുത്താൻ നോക്ക്. എടാ ഇതാണ് പറ്റിയ സമയം. ആ പൂച്ചയെ പൊക്ക്, അതിന്റെ മുടികൾ എനിക്ക് വേണം. സ്വീറ്റി, എന്റെ സ്വീറ്റി എവിടെയാണെന്നൊന്ന് വേഗം പറയേ. നിങ്ങൾ എന്തിനാണ് സ്വീറ്റിയെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്? സ്വീറ്റിയെ വിട്ടേക്കെന്തേ, പൂച്ചയെ കുറിച്ച് അന്വേഷിക്കേ. ഈ വീട്ടിൽ ഒരുപാട് പൂച്ചക്കള്ളന്മാരുണ്ട്. സ്വീറ്റി എന്നത് എന്റെ പൂച്ചയുടെ പേരാണ്. സ്വീറ്റി, സ്വീറ്റി നീ എവിടെയാണ്? സ്വീറ്റി, ഞാൻ ഇവിടെയുണ്ട്. ഇതാണ് കിഡ്നാപ്പേഴ്സിന്റെ ഗ്യാങ്. അതെ, ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്റെ മുടിയുടെ നിറം മാറും. പിടിക്ക്, വിടരുത്. ഓടിക്കോ, പിടി കൊടുക്കരുത്. ഓടിക്കോ, മാറി നിൽക്ക്. മാറി നിൽക്കാൻ. വേഗം വണ്ടി വിട്ടോ. മാറ, അവരെ പിടിക്ക. എടാ കഴുതകളെ, ബൈക്കിൽ പോകാം, വേഗം വേഗം. അവർ വിടരുത്, പിടിക്കേ, വിടരുത്. ഒന്ന് വേഗം പോടേ. എന്താ ഇത്? എത്ര ശക്തമായിട്ട് ചവിട്ടിയിട്ടും മുന്നോട്ട് പോകാത്തത്? ബണ്ണി വേഗം പോ, നമ്മൾ റേസിൽ പുറകിലാണ്. കഴുതേ, നമ്മൾ പിന്തുടരുകയാണ്, അല്ലാതെ റേസ് ചെയ്യുകയല്ല. നമ്മൾ പിന്നിൽ തന്നെ ആയിരിക്കണം. സംശയമുണ്ടോ? കമോൺ ബണ്ണി, കമോൺ. വേഗം. തനിക്ക് എന്താടോ, പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇങ്ങനെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും അവന്മാരെ പിടിക്കാൻ കഴിയില്ല. നീ ഒന്ന് അടങ്ങിയിരുന്നാ മതി. തീർച്ചയായും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഒന്ന് വേഗം പോടേ. ഹുയ്.
വേഗം വാ. ബോസ്, അവർ നമ്മുടെ ഫാം ഹൗസിലെത്തി. വരട്ടെ, ഇവർക്ക് ഞാൻ പണി വെച്ചിട്ടുണ്ട്. യഹാ. ഈ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, പിന്നെങ്ങനെ അകത്ത് കിടക്കുക? എടാ, ഇപ്പോൾ ഈ വഴി അടഞ്ഞിരിക്കുകയാണ്. അവരതാ രക്ഷപ്പെട്ടു പോകുന്നു. സംശയമുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ഞങ്ങളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ലല്ല, എനിക്കെല്ലാം മനസ്സിലായി. കിഡ്നാപ്പേഴ്സ് അവര് തന്നെയാണ്. ഞാൻ അവരുടെ പുറകെയാണ്. എന്റെ സംശയം മുഴുവൻ മൊത്തത്തിൽ മാറി. ഹൈ, പിടിക്ക് പിടിക്ക്, വിടരുത്. പിടിക്കെന്ന് പറഞ്ഞ എവിടെ പോയി പിടിക്കാനാ? മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞില്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. വാ ഹണി, വേഗം. ഏ? എന്താ എന്താ എനിക്ക് മുകളിലോട്ട് വരാൻ പറ്റാത്തത്? ആ, വന്നു. അതാണ് അവരുടെ സങ്കേതം. വേഗം വാ. എല്ലാ ക്യാറ്റ്സിനെയും കിട്ടി. ബ്ലാക്ക് വിഗിൽ ഈ ഗ്രേ എടുത്ത് ഞാൻ വെക്കും. പിന്നെ ബ്രൗൺ എടുത്ത് വൈറ്റിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും. ആദ്യം ഈ ബ്രൗൺ, പിന്നെ ഈ വിഗ്, ഈ യെല്ലോ കളർ. എന്റെ മുടി ഒരു കലക്ക് കലക്കും. കിഡ്നാപ്പ് ചെയ്ത എല്ലാ പൂച്ചകളും ഇവിടെ ഉണ്ട്. എന്നാൽ കിറ്റിയെ മാത്രം കാണാനില്ല. ഓ, അയ്യോ, ഞാൻ വല്ലാതെ തളർന്നു. അത് ശരി, എല്ലാത്തിനും ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്തായാലും ഇനി എന്റെ പേര് ഒരുപാട് പ്രശസ്തമാകും. ടക് പക് ടക് പക് ടക് പക് ടക് പക്. ഹായ്. കിറ്റി, നീ എന്താ ഇവിടെ കുതിര കളിച്ചുകൊണ്ടിരിക്കുകയാണോ? നിന്നെ അന്വേഷിച്ച് നടന്ന് ഞങ്ങളെല്ലാരും തളർന്നു. സംശയമുണ്ടോ? വേഗം വാ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾ വന്നത്. അനങ്ങി പോരുത്. മുടിയുള്ള പൂച്ചകളെ ഒന്നിനെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. കഴിയില്ലെന്നോ? കഴിയുമോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം. നിന്നെയൊക്കെ ഇടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കി ചുട്ട പപ്പടമാക്കി പൊട്ടിച്ചു കളയും ഞാൻ. സംശയമുണ്ടോ? യഹാ, ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്ക്. ഒരുപാട് സംസാരിച്ചാൽ നിന്നെ ഞാൻ വീക്കാക്കി മാറ്റും. എന്നെ തല്ലാൻ നിങ്ങൾ വളർന്നില്ല, പക്ഷെ ഗാർഡ്സ് തല്ലാൻ റെഡിയാ. നിങ്ങളുടെ ഗാർഡ്സ് നിങ്ങൾ എന്തിനാ തല്ലുന്നത്? എടാ, ആരടാ ഇവൻ? ആരടാ ഇവൻ? എന്റെ ഗാർഡ്സ് എന്നെയല്ല, നിങ്ങളെയാ തല്ലാൻ പോകുന്നത്. അതിപ്പോ മനസ്സിലാക്കി തരാം ആരാരെ തല്ലുമെന്ന്. അറ്റാക്ക്! അവനെ വിടരുത്. എന്റെ പണി തീർത്തോ? എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഓടല്ലേ, നിക്ക്, കളിപ്പിക്കല്ലേ. ഇന്ന പിടിച്ചോ. അവിടെ നിക്ക്, അവിടെ നിക്ക്. എന്തിനാ സ്ട്രോങ് ആയിട്ട് തല്ലുന്നത്? എടോ, വേദനിക്കാൻ വേണ്ടി തന്നെയാണ് തല്ലുന്നത്. സംശയമുണ്ടോ?
നീ എന്നെ വല്ലാതെ തല്ലുകയാണ്. എനിക്ക് പോണം. എന്താണ് നിനക്ക് പോകണമെന്നുണ്ടോ? ഇല്ല, ഇപ്പൊ പോണ്ട. എന്നാ മര്യാദക്ക് കുതിര കളിക്ക്. എന്റെ വിഗ്, എടാ, എന്റെ വിഗ് നശിപ്പിക്കരുത്. എടാ എടാ എന്താ ഈ കാണിക്കുന്നേ? എന്റെ വിഗ് ഇങ്ങനെ തന്നേക്കടാ. നിന്റെ വിഗ് ഇടയ്ക്കിടയ്ക്ക് വീണു പോവാ. ഞാൻ സ്ട്രോങ് ആക്കി തരാം. വെള്ളം അവന്മാരെ വെറുതെ വിടരുത്. ഇനി എനിക്ക് സൗകര്യം കിട്ടും. നിങ്ങൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? ഇവര് നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. വേഗം വാ. നിനക്ക് ഞങ്ങളുടെ മുടി വെട്ടി വീക്ക് ഉണ്ടാക്കണം അല്ലേ? എന്നാ പിടിച്ചോ. നിങ്ങളൊക്കെ മാറിക്കോ. ഇവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിർത്തൂ, നിർത്തൂ. ഈഷ്, പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു. ശത്രു. സോറി, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല. ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യൂ, ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യൂ. അതെ, ഞാനൊരു മാന്യനാണ്. വിഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പൂച്ചകളെയൊക്കെ കടത്തിയത്. എന്നെ വിടൂ, വിടൂ, എടോ വിട്, വിടാൻ. ഈഷ്, നടക്ക്. ജയിലിൽ ഏതായാലും വിഗിന്റെ ആവശ്യം വരില്ല. എനിക്ക് ഒരു കാര്യം പിടികിട്ടുന്നില്ല. എന്റെ ഫാം ഹൗസിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി? ഇവിടേക്കുള്ള വഴി എനിക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല. ബലരാമന്റെ പൂച്ചയുടെ ബെൽറ്റിൽ ഞങ്ങൾ ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിരുന്നു. ആ സിഗ്നലാണ് പോലീസിന് കിട്ടിയത്. ഈഷ്, സബാഷ് ബണ്ണി, നിന്റെ ബുദ്ധി കാരണം മറ്റൊരു ഗ്യാങ്ങിനെ കൂടെ പിടികൂടിയിരിക്കുന്നു. അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഗ്യാങ്ങിനെ പിടികൂടിയത് ഞാനാണ്. പിന്നെ എങ്ങനെയാ ഇവര് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്? ഇന്ന് തീർച്ചയായും എന്റെ അച്ഛനും പിന്നെ മരിച്ചുപോയ എന്റെ മുത്തച്ഛനും ഒരുപാട് സന്തോഷിക്കും. ഈ വിഗ് മറന്നേക്ക്. ഇത് വയലിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ കാക്കയെ ഓടിക്കാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. ബോസ്, അവസാനം എല്ലാവർക്കും പണി കിട്ടിയല്ലോ ബോസ്. വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കൂ ബോസ്, വേഗം വരൂ. ഞാൻ എങ്ങനെ രക്ഷിക്കാനാടാ? എന്നെ കൊണ്ടുവരികയല്ലേ. അവസാനം വിഗും പോയി, എന്റെ പണിയും തീർന്നു. താങ്ക് യു ഫ്രണ്ട്സ്. കിട്ടി. ആ?